ഇന്ന് രാവിലെ ഇതേ തുടർന്ന് വന്നിരിക്കുന്ന വാർത്തയിൽ ഇസ്രായേലിന്റെ 9 സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് ഈ ആക്രമണത്തെ തുടർന്നാണോ അതോ വേറെ ഏതെങ്കിലും ആക്രമണത്തെ തുടർന്നാണോ എന്ന് അറിയില്ല. പക്ഷെ ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ കണ്ട വാർത്ത 9 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സൈനികരെ കൊല്ലുന്ന പണി നിർബാധം തുടരുകയാണ് ഹമാസ്. നെതന്യാഹു അല്ല, നെതന്യാഹുവിന് മുകളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്നാൽ പോലും ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ഹമാസ് പറയുകയാണ്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ പുറത്തു വന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു താൽക്കാലിക വെടിനിർത്തലിന് ഞങ്ങൾ ഇല്ല എന്ന് ഹമാസ് പറയുന്നു. അതായത് ഗസയിലെ 100 കേന്ദ്രങ്ങളിൽ ഒരേ സമയം സ്ഫോടനം നടത്തിയെന്ന് നെതന്യാഹു അവകാശപ്പെടുന്ന അതേ സമയത്താണ് ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്ന അതേ സമയത്താണ് ഞങ്ങൾ തിരിച്ചടിച്ച് നിങ്ങളെ തീർക്കുന്ന പണി തുടരും, ഒരു തരത്തിലുമുള്ള വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറല്ല, ഇനി വെടിനിർത്തലാണെങ്കിൽ പരിപൂർണമായി സേനയെ പിൻവലിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ തയ്യാറുള്ളൂ എന്ന് വീണ്ടും ഹമാസ് ആവർത്തിക്കുന്നു.